ഈ ഒരു എക്കണോമിക് സിറ്റുവേഷൻ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ വാർ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും ഇതിനെ പേടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓഫ് കോഴ്സ് പേടിയും കുറേ ബുദ്ധിമുട്ടുകളും കുറേ നഷ്ടങ്ങളും സാമ്പത്തികമായിട്ട് എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷേ നമ്മുടെ എക്കോണമി എന്ന് പറയുന്നതും നമ്മുടെ ജീവിതം എന്ന് പറയുന്നതും എല്ലാം ഇതുപോലെയാണ്. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ, ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരികയും അതിനെ തരണം ചെയ്തുമാണ് മനുഷ്യൻ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലത്തെ ഒരു പാർട്ടായിട്ട് തന്നെ ആയിരിക്കണം നമ്മൾ ഇതിനെ കാണേണ്ടതും. നമുക്കിപ്പോൾ വാറിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനേക്കാൾ മുന്നേ തന്നെ ലോകം മുഴുവനും വലിയൊരു പാൻഡമിക് സിറ്റുവേഷൻ ഫേസ് ചെയ്തു, കോവിഡ്. അപ്പോൾ അതിനെയും അപ്പോഴും കുറേ ബിസിനസ്സുകളെ ഭയങ്കരമായിട്ട് അടി കിട്ടിയിട്ടുണ്ട്. പല ബിസിനസ്സുകാരും സംരംഭകരും ഇല്ലാതായിട്ടുണ്ട്, പല ആളുകളുടെയും ജോലി പോയിട്ടുണ്ട്. അതേസമയം അത് കാരണം വലിയ രീതിയിലേക്ക് മാറി വന്ന ഒരു സിസ്റ്റം ഇവിടെ വന്നു, ഇൻഡസ്ട്രീസ് വന്നു, ബിസിനസ്സുകൾ വന്നു. അത് കാരണം കുറേ ഗ്രോ ആയിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതേ സിറ്റുവേഷനിൽ ഓപ്പർച്യൂണിറ്റിയും കൂടെ കാണുക എന്നതാണ് വേണ്ടത്. വൻകിട ബിസിനസ്സുകൾ മാത്രമല്ല, ചെറുകിടക്കാർക്കും ഉൾപ്പെടെ ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു എവല്യൂഷനാണ്. ഒരു പ്രശ്നം വരുന്നു, അതിനനുസരിച്ച് ലോകവും വ്യക്തികളും കമ്പനികളും എല്ലാം പുതിയ പുതിയ രീതിയിലേക്ക് ഇവോൾവ് ചെയ്യുകയും മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുകയാണ് വേണ്ടത്. അത് തന്നെയാണ് സ്വാഭാവികമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കോവിഡിൻ്റെ സമയത്ത് വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു കൾച്ചർ വന്നു. എല്ലാവരും അതുവരെ ഓഫീസിൽ പൊയ്ക്കൊണ്ടിരുന്ന ഹെവി ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന വലിയ ബിസിനസ്സുകളെല്ലാം കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്തുകൊണ്ട് നേരത്തെ ചെയ്തതുപോലത്തെ ടേൺ ഓവറിലേക്ക് എത്തി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഒരു 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 കുഞ്ഞു സ്ഥലത്തിരുന്നു കൊണ്ട് ലോകമെമ്പാടും ബിസിനസ് ചെയ്യുന്നത് എല്ലാ ആളുകളുടെ ഇടയിലേക്കും എത്തി. അപ്പോൾ ഒരു സൈഡിൽ നെഗറ്റീവ് ആണെങ്കിലും ഇത് മറ്റൊരു മാറ്റത്തിൻ്റെ വലിയൊരു തുടക്കമായിട്ട് തന്നെ നമുക്ക് കാണാം. അങ്ങനെ കണ്ടാൽ മാത്രമേ നമുക്ക് വഴികൾ മുന്നിൽ തെളിഞ്ഞു വരത്തുള്ളൂ. തീർച്ചയായിട്ടും റിക്കവറി എന്നുള്ളത് ഉറപ്പായിട്ടും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. എത്ര സമയം കൊണ്ട് റിക്കവറി ആയി വരുമെന്ന് നമുക്ക് പറയാനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇന്ന് നമ്മളെല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്ന നാളെ പിന്നെയും കാര്യങ്ങളുണ്ടാവും. പക്ഷേ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഒരു റിക്കവറി എന്ന് പറയുന്നൊരു ഫേസ് ഉണ്ടാവും. നമ്മൾ ഒരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമൊക്കെ വാർ പല കാര്യങ്ങൾ വരുമ്പോൾ അതിന് റിക്കവറി ടൈം വളരെ വലുതാണ്. പിന്നെയും ഓരോ പാൻഡമിക്കും ഓരോ സിറ്റുവേഷൻസും ഒക്കെ വരുമ്പോൾ റിക്കവറി ടൈം വളരെ പെട്ടെന്ന് കാരണം ലോകവും മനുഷ്യനും വലിയ രീതിയിൽ ചിന്തിക്കാനും വലിയ രീതിയിൽ മാറാനും തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റിക്കവറി വലിയ രീതിയിൽ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എൻ്റെ മാത്രം അനുമാനമാണ്, വലിയ രീതിയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ മറ്റു മേഖലകളും കാര്യങ്ങളും നോക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യക്ക് അത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പല നിക്ഷേപങ്ങളും പല അവസരങ്ങളും ഇന്ത്യയിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഒരു റിക്കവറി ഓപ്ഷനോ അല്ലെങ്കിൽ അടുത്തൊരു സേഫസ്റ്റ് സ്ഥലമെന്നോ ആൾക്കാർ കാണുന്നൊരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി പണം എന്ന് പറയുന്നത് ഇല്ലാതായി പോയിട്ടില്ല, അത് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നതാണുള്ളത്. ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്നും ഒരു പ്രശ്നം വന്നപ്പോൾ ആ പൈസ നമ്മുടെ എക്കോണമിയിൽ തന്നെ ഉണ്ട്, അത് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആവുന്നു, മറ്റൊരു സെക്ടറിലേക്ക് പോകുന്നു, മറ്റൊരു രാജ്യത്തേക്ക് മറ്റൊരു ബിസിനസ്സിലേക്ക് പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു സംരംഭകൻ എന്ന നിലയിൽ എല്ലാവരും നോക്കേണ്ട കാര്യം അടുത്ത ഓപ്പർച്യൂണിറ്റി എവിടെയാണ് ഈ പൈസ ഷിഫ്റ്റ് ആവുന്നതെന്ന് മനസ്സിലാക്കുകയും ആ ഓപ്പർച്യൂണിറ്റിയെ ഗ്രാബ് ചെയ്യാനായിട്ട് നോക്കുകയുമാണ് വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. നേരത്തെ പറഞ്ഞ കാര്യം പോലെ വലിയ വലിയ കമ്പനീസ് റിക്കവർ ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ട പല കമ്പനീസ് ആ രീതിയിൽ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് സെക്ടറിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല മേഖലകളിൽ ഇതിനെ അഫക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ലോണ്ടറി, കെമിക്കൽസ് വളരെ വലിയൊരു മേഖലയാണ്. കെമിക്കൽസിൻ്റെ സെക്ടറിൽ അതിൻ്റെ റോ മെറ്റീരിയൽസ് കിട്ടുന്നതിൻ്റെ പല കാര്യങ്ങളിൽ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കെമിക്കൽ സെക്ടർ റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ നിൽക്കുന്ന കമ്പനികളുടെ ഓഹരികൾ പോലും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാവരും പാനിക്കായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ പല ആളുകളും ഇതിനെ ഒരു അവസരമാക്കി എടുത്തുകൊണ്ട് നിക്ഷേപങ്ങൾ ഓഹരിയിലേക്കും സ്റ്റോക്ക് മാർക്കറ്റിലേക്കും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. റിയൽ എസ്റ്റേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റിനെ വളരെ വലിയ രീതിയിലേക്ക് അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പല ആളുകളും പല സ്ഥലങ്ങളിൽ നടത്തുന്ന റിയൽ എസ്റ്റേറ്റിനെ മാറ്റി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാരണം റിയൽ എസ്റ്റേറ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അവർ ഒരു പ്രശ്നമുള്ള സ്ഥലം സേഫ് അല്ല എന്ന് കണ്ടുകൊണ്ട് സേഫായിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള കാര്യമാണ്. നോർത്ത് ഇന്ത്യ അങ്ങനെയുള്ള പല സംഘടനകളിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ പല രീതിയിൽ കൂടുന്നുണ്ട്. ഡൈവേഴ്സിഫിക്കേഷൻ നടക്കുകയാണ്. ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും നിർത്തുന്നില്ല, അവരതിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നതാണുള്ളത്. അതുമാത്രമല്ല, ഇതൊരു തിരിച്ചറിവ് കൂടെയാണ്. പല ആളുകൾക്ക്, പല സാധാരണക്കാരനും ഒരു തിരിച്ചറിവ് കൂടെയാണ്. കാരണം
എനിക്കൊരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും വരാമെന്നുള്ളൊരു തിരിച്ചറിവാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ചുറ്റുമുള്ള ആളുകൾക്കും നല്ല രീതിയിൽ പോകണമെന്നും നല്ല രീതിയിൽ ജീവിക്കണമെങ്കിലും പണം വേണം. അതിന് മറ്റൊരു മാർഗം ഞാൻ കണ്ടെത്തണമെന്ന് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഒരു നിക്ഷേപകനെ സംബന്ധിച്ചും ആരാണെങ്കിലും പാനിക് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഇതെല്ലാം ചിലർക്ക് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട്, ചിലർക്ക് അത് ചെറിയ രീതിയിൽ, ചില ആൾക്കാർ അത് അഫക്റ്റ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ എങ്ങനെയുള്ള ആൾക്കാർ ഇതിനൊരു പാനിക്കായിട്ട് കണ്ട് കൂടുതൽ അബദ്ധങ്ങളിലേക്ക് പോകാതെ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും നല്ല രീതിയിൽ ചെറിയ രീതിയിലാണെങ്കിലും മനസ്സിലാക്കുന്ന മേഖലയിൽ നിക്ഷേപം ചെയ്യുക. എല്ലാവരും ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്ന തോന്നലിൽ പോകാതെ നിക്ഷേപം ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് വോളറ്റാലിറ്റി ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ഗോൾഡ് സിൽവർ അവിടെ ഇടും, കുറച്ച് കഴിയുമ്പോൾ മാറ്റും, കുറത് വലിയ രീതിയിൽ പോകും, ചിലത് താഴത്തെ രീതിയിലോട്ട് പോകുന്ന കാണാം. അപ്പോൾ ആളുകൾ ഇതിനെ പാനിക്കായിട്ട് കാണും. ആ ഒരു രീതിയിൽ കാണാതെ ഇതിനെ ഒരു അവസരമായി കണ്ടുകൊണ്ട് നിക്ഷേപിക്കാനായിട്ട് നോക്കുക. അപ്പോൾ എങ്ങനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ നിക്ഷേപിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും ഈ പാനിക് ആവാതെ വിദഗ്ധരായിട്ടുള്ള അതാത് മേഖലകളിൽ വിദഗ്ധരായിട്ടുള്ള ഒന്നിൽ കൂടുതൽ ആളുകളുടെ അടുത്ത് നിന്ന് അഭിപ്രായം ചോദിച്ചതിന് ശേഷം ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ദീർഘകാല അവസരങ്ങളാക്കി ഇതിനെ കാണുക. കാരണം കഴിഞ്ഞ വട്ടം കോവിഡ് വന്നപ്പോഴും നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കുറേ ആൾക്കാർ പാനിക്കായി. കോവിഡിന് ശേഷം എന്താണ് സംഭവിച്ചത്? നമ്മൾ ഓഹരി വിപണിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ബൂമായിട്ടുണ്ട്. 2008 സാമ്പത്തിക മാന്ദ്യം വന്നു, അപ്പോഴും എല്ലാവരുടെയും പൈസ പോയി എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരുടെയും പൈസ പോയിട്ടുണ്ട്. എന്താണ് അതിന് ശേഷം സംഭവിച്ചത്? അപ്പം അതുപോലെ മറ്റൊരു അവസരം കൂടിയാണ് എന്നൊരു ആംഗിളിൽ കൂടി നമ്മൾ കാണാനായിട്ട് പഠിക്കണം. എപ്പോഴും ലോകത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഈ മാറ്റത്തിനനുസരിച്ച് മാറുന്ന ആൾക്കാർ മാത്രമേ വലിയ ഉന്നതങ്ങളിലും അങ്ങനെയുള്ള സംരംഭവും മാത്രമേ വലിയ വലിയ ഇടങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതും അതുപോലുള്ളൊരു അവസരം തന്നെയാണ്. വലിയ രീതിയിൽ ചിന്തിക്കുക, ഇത് കഴിഞ്ഞു എന്ന് ചിന്തിക്കാതെ എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. യുദ്ധം മാത്രമല്ല, നമ്മൾ എഐയുടെ ഇമ്പാക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ ഡിസ്ട്രപ്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഓരോ IT റവല്യൂഷൻ വന്നു, അപ്പോൾ അത് കൊണ്ടുവരാൻ കുറേ സമയമെടുത്തു, കുറേ മാറ്റങ്ങൾ വന്നു. അതിനുശേഷം അങ്ങനെ പല .com വന്നു, കുറേ ടൈം എടുത്തു. അടുത്ത വന്നൊരു റെവല്യൂഷനാണ് കോവിഡ്. ഞാൻ നേരത്തെ പറഞ്ഞ കോവിഡ് വന്നു. ഭയങ്കരമായിട്ടുള്ള നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്, വേ ഓഫ് ഡൂയിങ് ബിസിനസ്, വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എല്ലാത്തിലും വ്യത്യാസം വന്നു, പുതിയൊരു ലോകമായി മാറി. അപ്പോൾ യുദ്ധം പ്ലസ് എഐയിൽ ഉണ്ടാക്കിയ ഡിസ്ട്രപ്ഷൻസ് ഇതുപോലെ തന്നെയാണ്. വളരെ നേരത്തെ ഉണ്ടായതിനേക്കാൾ വളരെ ഫാസ്റ്റായിട്ടാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളും സംരംഭകരും അതിനനുസരിച്ച് വേറെ രീതിയിൽ അവസരങ്ങളായി കാണാം. എനിക്കിവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും. ചില ബിസിനസ്സുകൾ ഡൗൺ ആയി പോകുന്നൊരു സമയമായിരിക്കും ഏറ്റവും. അപ്പം ആ ബിസിനസ്സുകൾ താഴെ പോയി എനിക്കിനി ഒന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നതിനേക്കാളും എങ്ങനെ ഇതിനെ വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്ന് നമ്മൾ ചിന്തിക്കണം. എല്ലാ സംരംഭകരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ശിവഗേര പറഞ്ഞ ഒരു വാക്കുകളുണ്ട്, വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നവരല്ല വിന്നേഴ്സ്, കാര്യങ്ങളെ വ്യത്യസ്തമാക്കി ചെയ്യുന്നവരാണ് വിന്നേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ആ വാക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലേറ്റിക്കൊണ്ട് നമ്മൾ മാറാനും നമ്മുടെ മേഖലകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമ്മൾ തയ്യാറാണ്.